കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി ബോധപൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളാണ് ഇതെല്ലാം. രണ്ട്, കോൺഗ്രസ് പാർട്ടിക്ക് പാലക്കാട് നഗരസഭ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ UDFിൻ്റെ തന്നെ നിരവധി നേതാക്കന്മാരാണ് UDFിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ തന്നെ മത്സര രംഗത്തുള്ളത്. നിലവിലെ പാലക്കാട് നഗരസഭാ കൗൺസിലറുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സര രംഗത്തുണ്ട്. കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സര രംഗത്തുണ്ട്. യാക്കര സെൻട്രൽ 32-ാം നമ്പർ വാർഡിൽ UDFിൻ്റെ തന്നെ 3 നേതാക്കന്മാരാണ് മത്സര രംഗത്തുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പോകുന്ന സമയത്ത് അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാമായിട്ട് വരുന്നത്. രണ്ട്, ഈ പറയുന്ന 50-ാം വാർഡിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ 50-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPM-ഉം 2 പാർട്ടിയും കൂടെ ചേർന്ന് അവർക്ക് ലഭിച്ചത് ഒരാൾക്ക് 53-54 എന്താണ്, ഒരാൾക്ക് 74 എന്താണ്, 120 വോട്ടാണ് 2 പാർട്ടിക്കും കൂടെ ചേർന്ന് ലഭിച്ചിരിക്കുന്നത്. BJPക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുന്ന 1100-ലധികമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ ആളുകളെ സ്വാധീനിച്ച് അവിടെ കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെ ആളുകളെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരുന്നില്ല. ഏകപക്ഷീയമായ ഒരു വിജയത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു അല്ല, അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഏകപക്ഷീയമായിട്ടുള്ള വിജയമാണല്ലോ വരുന്നത്. അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാതിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത്, ഫലം വരുന്ന സമയത്ത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ക്ലീൻ സ്വീപ്പാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഒരാളെ നമ്മൾ ഇവർ ഇത്രയൊക്കെ പറയുന്നുണ്ട്, രാവിലെ പണം നൽകാൻ പ്രേരിപ്പിച്ചു, പണം നൽകുവാനായിട്ട് വാഗ്ദാനം നൽകുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള തെളിവുകളൊക്കെ അവർ പറയണ്ടേ, പുറത്തുവിടണ്ടേ? ഇവിടെ ഇതിനകത്ത് യാതൊന്നും നടന്നിട്ടില്ല. ഇനി ഇത്തരത്തിൽ MP ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തുവിടുന്ന് പറയണമെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഇല്ലാത്തൊരു സംഭവത്തിനെ അങ്ങനെ പുറത്തു വിടണമെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി വലിയ രീതിയിൽ അദ്ദേഹം മീഡിയ ഗ്രൂപ്പിനകത്തൊക്കെ എന്താ പറയുക, ഇത്തരത്തിൽ BJP ആളുകളെ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ മെസ്സേജ് അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കോൾ റെക്കോർഡ് ഉൾപ്പെടെ പുറത്തുവിടാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇല്ലാത്ത സംഭവത്തിനെ ഉണ്ടാക്കി പാലക്കാട് നഗരസഭയിൽ വലിയ വെപ്രാളത്തിനാണ് അവർ. UDFിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന പാലക്കാടിൻ്റെ MLA കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ജാള്യത അവർക്ക് മറച്ചു വെക്കണം. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരത്തിൽ അതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ബോധപൂർവം ഇത്തരത്തിൽ BJPയുടെ നേർക്ക് വരുന്നതാണ്. ഇതിനകത്തൊന്നും മറുപടി കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം അവർക്ക് ഇനിയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഇന്ന് കാലത്തല്ലേ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനെതിരെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അങ്ങനെ ഇത്തരത്തിൽ പാലക്കാടിൻ്റെ MP ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതേ നിയോജക മണ്ഡലത്തിൽ വരുന്ന പ്രായരി പഞ്ചായത്തിലെ 24-ാം വാർഡിൽ അവിടെ ഒരു BJPയുടെ സ്ഥാനാർത്ഥി കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്ത വ്യക്തിക്കെതിരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രായരി പഞ്ചായത്തിലെ 24-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്രിക പിൻവലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതല്ലേ ഇദ്ദേഹം തുറന്നു പറയേണ്ടതായിട്ടുള്ളത്? അത് അന്വേഷിക്കട്ടെ. ഇതല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് BJPയെ നിങ്ങൾ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇനി ഇവർക്ക് ഇത്ര വലിയ ഇതുണ്ടെങ്കിൽ ഇനി ശ്രീകണ്ഠനല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധി വരെ 50-ാം വാർഡിൽ നിന്ന് മത്സരിച്ചാലും BJP ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചിട്ട് ജയിക്കേണ്ട ആവശ്യം BJPക്കില്ല. പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള അട്ടിമറികൾക്കൊന്നും ഞങ്ങൾ മുതിരുന്നില്ല. ഇതിനു മുൻപും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം 2015 50-ാം വാർഡിൽ, ഇതിൻ്റെ തൊട്ട് കിടക്കുന്ന വാർഡിൽ ഇതേപോലെ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലാതായി. അവിടെയും നമ്മൾ CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പുകൾ നടക്കണം, അവിടെ ഞങ്ങൾക്ക് എതിരാളികൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിക്കൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.